വെൽക്കം ബാക്ക്. 10ാം ക്ലാസ്സിലെ ഐടിയിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് തിയറി ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചില ചോദ്യങ്ങളിലൂടെ നമ്മൾ ആ ചോദ്യവും ആ ചോദ്യത്തിന്റെ ഉത്തരം മാത്രമായിരിക്കില്ല നമ്മൾ പഠിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് അധികം കാര്യങ്ങൾ കൂടി കുറച്ച് സ്ലൈഡുകളിലൂടെ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ നമുക്ക് കുറെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമുക്ക് ഇവിടെ പഠിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് തിയറി ചോദ്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ്. അതായത് നമുക്ക് 4 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും ശരിയായിട്ടുള്ളത്. അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കുന്നത്. റെഡിയാണല്ലോ? സമയം കളയണ്ടല്ലോ, തുടങ്ങാം അല്ലെ? ആദ്യത്തെ ചോദ്യം ഇതാ ഇവിടെയുണ്ട്. ഡാഷ് ക്യാൻ ബി യൂസ്ഡ് ടു ഗിവ് ഡിസ്റ്റിങ്ക്ട് properties to different contents that are included in the same page using same tag. ഇത് നമ്മൾ ആ HTML CSS ഒക്കെ പഠിക്കുന്ന പാഠമുണ്ടല്ലേ, ഏതാ? അട്രാക്റ്റീവ് വെബ് ഡിസൈനിങ് എന്ന് പറയുന്ന ആ ഒരു പാഠമുണ്ട് അല്ലെ, വെബ് ഡിസൈനിങ് മിഴിവോടെ. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. നമ്മളവിടെ ക്ലാസ് സെലക്ടർ, ടൈപ്പ് സെലക്ടർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മലയാളം മീഡിയത്തിന്റെ ചോദ്യം ഇവിടെ ഉണ്ട്. ഒരു വെബ് പേജിൽ ഒരേ ടാഗ് ഉപയോഗിച്ച്, ശ്രദ്ധിക്കണം, ഒരേ ടാഗ് ഉപയോഗിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യത്യസ്ത കോണ്ടന്റുകൾക്ക് വെവ്വേറെ സവിശേഷതകൾ കൊടുക്കുന്നതിന് ടാഗിന്റെ പേരിനൊപ്പം മറ്റൊരു പേര് കൂടി ചേർത്ത് കാസ്കേഡിംഗ് സ്റ്റൈൽ തയ്യാറാക്കുന്നു. ഇതിനെ പറയുന്ന പേരെന്ത്? ഇവിടെ എന്താ നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിന് പറയുന്ന ആ ഒരു സെലക്ടർ നമ്മൾ ക്ലാസ് സെലക്ടർ, ടൈപ്പ് സെലക്ടർ തുടങ്ങിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനെന്തായിരുന്നു പറയുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ക്ലാസ് സെലക്ടർ, ടൈപ്പ് സെലക്ടർ, സ്റ്റൈല്, ലിങ്ക്. ക്ലാസ് സെലക്ടർ, ടൈപ്പ് സെലക്ടർ, ഇവിടെ ഓപ്ഷൻ മാറ്റാണ്, കുഴപ്പമില്ല. ഇതിൽ ഏതായിരുന്നു ശരിയായിട്ടുള്ളത്? The right answer is class selector. Class selector is the right answer. ഓക്കെ, മറക്കില്ലാലോ. ഈ രീതിയിലുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലാസ് സെലക്ടറും ടൈപ്പ് സെലക്ടറും ഒക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഒരേ ടാഗ് ആണ്, ആ ടാഗിനൊക്കെ തന്നെ ഒരേ സവിശേഷതയാണ് കൊടുക്കേണ്ടതെങ്കിൽ ആ ടാഗിന്റെ പേര് തന്നെ നിങ്ങൾ കാസ്കേഡിംഗ് സ്റ്റൈൽ തയ്യാറാക്കുമ്പോൾ ആ ടാഗിന്റെ പേര് തന്നെ കൊടുക്കുകയാണെങ്കിൽ അതിനെ ടൈപ്പ് സെലക്ടർ എന്ന് പറയും. ഓക്കെ, എന്നാൽ ഈ രീതിയിലാണെങ്കിൽ ക്ലാസ് സെലക്ടർ ആണ്. ക്ലാസ് സെലക്ടർ എന്താണ് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെറ്റ് അല്ലേ? ഓക്കെ, ഈ രീതിയിലുള്ള ചോദ്യമുണ്ട്. ഈ രീതിയിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ക്ലാസ് സെലക്ടർ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് തന്നിട്ടുണ്ട്. എന്താ? സൺ ക്ലോക്ക് അല്ലേ? നമുക്കറിയാം, കാണുമ്പോൾ തന്നെ അറിയാം സൺ ക്ലോക്ക് ആണ്. ചോദ്യം എന്താ? എ സ്ക്രീൻഷോട്ട് ഓഫ് ദ സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ ഈസ് ഗിവൺ. ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ചോദ്യം, വാട്ട് ഡു ദ 5 ഹൊറിസോണ്ടലി മാർക്ക്ഡ് ലൈൻസ് ഇൻ ദ സ്ക്രീൻഷോട്ട് റെപ്രസെന്റ്? ഇവിടെ ഹൊറിസോണ്ടലി മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലൈൻസ് 1 2 3 4 5 ഈ ലൈൻസ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് ഉണ്ട്. മെയിൻ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ്, മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്, ഗ്രീനിഷ് മെറീഡിയൻ. ഏതാ ശരിയായിട്ടത്? മലയാളം മീഡിയത്തിന്റെ ചോദ്യം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ സെയിം സാധനമാണ്. ഇവിടെ നമുക്ക് ഈ ലൈൻസ് കാണാൻ പറ്റും, ഹൊറിസോണ്ടലി ലൈൻസ് കാണാൻ പറ്റും. അത് പ്രധാന രേഖാംശ രേഖകളാണോ, അക്ഷാംശ രേഖകൾ, പ്രധാന രേഖാംശ രേഖകൾ, പ്രധാന അക്ഷാംശ രേഖകൾ, ഗ്രീനിഷ് രേഖ. ശരിയായിട്ടത് ഏതാ? നമുക്കറിയാം ഹൊറിസോണ്ടലി ആണ് ആ ലൈൻസ് ഉള്ളത്. ആ രീതിയിലാണെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ട്. അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തു നോക്കിയതാണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രധാന അക്ഷാംശ രേഖകൾ അല്ലെ, പ്രധാന അക്ഷാംശ രേഖകൾ, മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. റൈറ്റ് ആൻസർ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്, പ്രധാന അക്ഷാംശ രേഖകൾ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ചോദ്യം മനസ്സിലായല്ലോ. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, സെറ്റ് അല്ലേ? നെക്സ്റ്റ്, ഇവിടെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് എന്നുള്ള കാര്യം. വൈ ഈസ് ദ ആ ഒരു എക്സ് പോലുള്ള ആ ഒരു ഇൻറ്റു മാർക്ക് ഉണ്ട് അല്ലെ, ആ ഒരു സിമ്പിൾ ഉണ്ട്. അറ്റ് ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ കളർ പാലറ്റ് ഇൻ ഇങ്ക്സ്കേപ്പ് യൂസ്ഡ്. ഈ ഒരു എക്സ് സിമ്പിൾ, ഈ ഒരു ഭാഗം യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇത് മലയാളം മീഡിയത്തിന്റെ ചോദ്യം. ഇങ്ക്സ്കേപ്പിലെ കളർ പാലറ്റിലെ ഇടത്തേ അറ്റത്തുള്ള എക്സ് എന്ന ആ ഒരു സിമ്പിൾ, ആ ഒരു ഭാഗം എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. 4 ഓപ്ഷൻ ഉണ്ട്. വെബ് പേജിന്റെ നോഡുകൾ ഒഴിവാക്കാൻ, ഒബ്ജക്റ്റിന്റെ നോഡുകൾ ഒഴിവാക്കാൻ, ഒബ്ജക്റ്റിന് രൂപമാറ്റം വരുത്താൻ, ഒരു ഒബ്ജക്റ്റിനെ തിരഞ്ഞെടുക്കാൻ, ഒബ്ജക്റ്റിന്റെ നിറം ഒഴിവാക്കാൻ. ഓക്കെ, ഇതിലേതാ? To remove the nodes of the object, to change the shape of the object, to select an object, to remove color of the object. ഏതായിരുന്നു? നമ്മളിവിടെ ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇവിടെ വേറെ രീതിയിലുള്ള ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ലൈഡിലൂടെ 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് പഠിച്ചെടുക്കാം. ഇതെന്താ? ഇങ്ക്സ്കേപ്പ് അല്ലേ? ഇങ്ക്സ്കേപ്പിൽ ഞാൻ ഇവിടെ ഒരു റെക്ടാംഗിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ചതുരം വരച്ചിട്ടുണ്ട്. ഈ ചതുരത്തിന്റെ കളർ എനിക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ 2 മാർഗം പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, എങ്കിലും നമുക്ക് പറയാം. ഇപ്പൊ തന്നെ നമുക്ക് ഒന്നുകൂടി പഠിച്ചെടുക്കാം. ഓക്കെ,
ഇതിന് കളർ ഒഴിവാക്കാൻ 2 മാർഗമുണ്ട്. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ താഴെയുള്ള കളർ പാലറ്റിലെ അല്ലെ, ഈ കളർ പാലറ്റിന്റെ ഇങ്ങേ അറ്റത്ത് ഒരു എക്സ് മാർക്ക് ഉണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞല്ലേ. ഈ ഒരു എക്സ് മാർക്ക് ഉണ്ടല്ലോ, ഈ ഒരു എക്സ് മാർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു എക്സ് മാർക്ക് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിന്റെ കളർ നമുക്ക് ഒഴിവാക്കാം. അതാണ് ഒരു മാർഗം. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം, ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ എടുക്കാം. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ കിട്ടും. ഈ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിൽ ഫിൽ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടല്ലോ അല്ലെ, ഫിൽ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ഈ ഫിൽ എന്ന് പറയുന്ന ടാബ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു ഇൻഡു മാർക്ക് കാണാലോ അല്ലെ. ഇത് നോ പെയിന്റ് എന്നാണ് അതിന് പറയാ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റിലെ നിറങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ആൻസർ കിട്ടിയില്ല. ഈ രീതി ഇങ്ങനെയും ചോദിക്കാട്ടോ, ഏതൊക്കെ രീതിയിൽ ഒഴിവാക്കാം. അവിടെയുള്ള ഫിൽ ആൻഡ് സ്ട്രോക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാം, താഴെ കളർ പാലറ്റിൽ നിന്നും ഒഴിവാക്കാം. അപ്പോ ഇതിന്റെ റൈറ്റ് ആൻസർ ഈസ് ഒബ്ജക്റ്റിന്റെ നിറം ഒഴിവാക്കാൻ. ഓക്കെ, ഒബ്ജക്റ്റിന്റെ നിറം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടു റിമൂവ് ദ കളർ ഓഫ് ദ ഒബ്ജക്ട്. സംശയമില്ലല്ലോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ട് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യമാണിത്. ഹൗ മെനി പാർട്സ് ആർ ദർ ഇൻ IP അഡ്രസ് അക്കോർഡിംഗ് ടു IPv4? ഇത്രയേ ഉള്ളൂ. IPv4 പ്രകാരമുള്ള IP അഡ്രസ്സിന് എത്ര പാർട്ടുകൾ ഉണ്ടാകും? ചോദ്യത്തിന്റെ ഉത്തരം മാത്രമായിട്ട് പറയുന്നില്ല, 1-2 കാര്യം പറഞ്ഞുതരാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. ഈ ചോദ്യത്തിന്റെ ഉത്തരം മാത്രമല്ല, ഈ ഒരു സ്ലൈഡിലൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. IPv4മായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ IP അഡ്രസ്സുമായി ബന്ധപ്പെട്ട 1-2 കാര്യം നമ്മൾ പഠിക്കാം. ഓക്കെ, കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ് അസൈൻ ചെയ്യുന്നത് TCP/IP എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നതാണ് അതിന്റെ പൂർണ്ണരൂപം. TCP/IP ജസ്റ്റ് പറഞ്ഞതാണ്. TCP/IP എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഓക്കെ, TCP/IP എന്ന് പറയുന്ന പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കറന്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നത് IP വേർഷൻ 4ഉം IP വേർഷൻ 6ഉമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മളിപ്പോ കറന്റ്ലി ഉപയോഗിക്കുന്നത് IP വേർഷൻ 4ഉം IP വേർഷൻ 6ഉമാണ്. നിങ്ങൾക്ക് കുറെ ഓപ്ഷൻ തരും. IP വേർഷൻ 2, 3, 4, 5, 6 അങ്ങനെ കുറെ തരും. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് IP വേർഷൻ 4ഉം IP വേർഷൻ 6ഉമാണ്. ഇതില് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് IP വേർഷൻ 4 പ്രകാരമുള്ള IP അഡ്രസ്സിന് 32 ബിറ്റ് സൈസ് ആണുള്ളത്, ലെങ്ത്. ഓക്കെ, IP വേർഷൻ 4 പ്രകാരമുള്ള IP അഡ്രസ്സിന് 32 ബിറ്റ്. അപ്പോൾ IP വേർഷൻ 6നോ 128 ബിറ്റ്. ഓക്കെ, 128 ബിറ്റ്. ശ്രദ്ധിക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. IP വേർഷൻ 6ഉം IP വേർഷൻ 4ഉമാണ് കറന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ IP വേർഷൻ 6 പ്രകാരമുള്ള IP അഡ്രസ്സിന് 128 ബിറ്റ് ആണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. IP വേർഷൻ 4 പ്രകാരമുള്ള IP അഡ്രസ്സിന് അതിന്റെ സൈസ് എന്ന് പറയുന്നത് 32 ബിറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ IP വേർഷൻ 4 പ്രകാരമുള്ള ഒരു IP അഡ്രസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് IP വേർഷൻ 4 പ്രകാരമുള്ള ഒരു IP അഡ്രസ് ആണ്. ഓക്കെ, ആ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ IP വേർഷൻ 4 പ്രകാരമുള്ള ഒരു IP അഡ്രസ്സിലെ 4 പാർട്ടാണുള്ളത്. ശ്രദ്ധിച്ചു നോക്കി, 4 പാർട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒന്നാമത്തെ പാർട്ട്, 2, 3, 4 അല്ലേ? 4 പാർട്ടാണുള്ളത്. ഓരോ പാർട്ടിലും 8 ബിറ്റ് വീതമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന 32 ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 8 ബിറ്റ് വീതമാണ് ഓരോ പാർട്ടിലും ഉണ്ടാകുന്നത്. അങ്ങനെയാണ് 32 ബിറ്റ് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു IP അഡ്രസ് എന്ന് പറയുന്നത് IPv4 പ്രകാരമുള്ള IP അഡ്രസ് ആണ്. ആ IP അഡ്രസ്സിന് 4 പാർട്ട് ഉണ്ട്. അതുകൂടാതെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കറന്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് IP വേർഷൻ 4ഉം IP വേർഷൻ 6ഉമാണ്. അതിൽ IP വേർഷൻ 4ന്റെ സൈസ് എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് 32 ബിറ്റ് ആണ്. IP വേർഷൻ 6 ആണ്. IP വേർഷൻ 6 IPv6 ആണെങ്കിൽ 128 ബിറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ 2, 3, 4 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2, 3, 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ആൻസർ പറഞ്ഞേ. മലയാളം മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയം ആയാലും ഹൗ മെനി പാർട്സ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഹൗ മെനി പാർട്സ് ആർ ദർ ഇൻ IP അഡ്രസ് അക്കോർഡിംഗ് ടു IPv4? ദ റൈറ്റ് ആൻസർ ഈസ്, നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് IP വേർഷൻ 4 ആണെങ്കിൽ അതിന് 4 പാർട്ടുകളാണ് ഉണ്ടാവുക. 4 പാർട്ടുകളാണ് ആ ഒരു IP അഡ്രസ്സിന് ഉണ്ടാവുക. നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് അല്ലെ, 4 പാർട്ട്. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ? സെറ്റ് അല്ലേ? സംശയം വേണ്ട, അടുത്തേക്ക് പോകാം. ഓക്കെ,
വിച്ച് ഐക്കൺ റെപ്രസെന്റ്, ശ്രദ്ധിക്കുക, വിച്ച് ഐക്കൺ റെപ്രസെന്റ് queries in LibreOffice base in the given image. ഇവിടെ നമ്മൾ LibreOffice ബേസിന്റെ അകത്തുള്ള ആ ഒരു ഡാറ്റാബേസ് പാനലിലുള്ള കുറച്ച് ഐക്കൺസ് ആണ് കാണുന്നത്. ഇതില് ക്വയറീസ് സൂചിപ്പിക്കുന്നത് ഏതിനെയാണ്? ഓക്കെ, ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങളിലെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇനി ഒരു 2-3 സ്ലൈഡ് ഉള്ളത്. ഈ സ്ലൈഡിലുള്ള ഈ ഒരു 3-4 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ സ്ലൈഡ് പഠിച്ചാൽ മതി. ഇത് പഠിച്ചാൽ മതി. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന 4 ചോദ്യങ്ങൾക്കുള്ളതും അതുകൂടാതെയുള്ള 2-3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ ആ ഒരു LibreOffice ബേസ് എന്ന് പറയും. നമ്മൾ ഡാറ്റാബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 8ാമത്തെ ചാപ്റ്ററിൽ അല്ലെ, ഡാറ്റാബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ LibreOffice ബേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗത്തെ ടാസ്ക് പാനൽ എന്ന് പറയും. ചോദിക്കാറുണ്ട്, ചിലപ്പോൾ സ്ക്രീൻഷോട്ട് തന്നിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെ ടാസ്ക് പാനൽ എന്ന് പറയും. താഴെയുള്ളത് വർക്ക് ഏരിയ ആണ്, സൈഡിലുള്ളത് ഡാറ്റാബേസ് പാനലാണ്. ഈ ഡാറ്റാബേസ് പാനലിലുള്ള ഐക്കൺ തന്നിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഇത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ക്വയറീസ് ഏതിനെ റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ ടേബിൾസ് ഏതിനെ റെപ്രസെന്റ് ചെയ്യും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഈ ഒരു കാര്യം പഠിച്ചാൽ മതി. അതായത് ശ്രദ്ധിച്ചോ, ഇത്രയേ ഉള്ളൂ. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഐക്കൺ റെപ്രസെന്റ് ചെയ്യുന്നത് ടേബിൾസിനെയാണ്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ടേബിൾ പോലെ തന്നെയല്ലേ കാണാൻ, ടേബിൾസിനെയാണ്. എന്നാൽ ഈ ഒരു ഐക്കൺ റെപ്രസെന്റ് ചെയ്യുന്നത് ക്വയറീസിനെയാണ്. ഓക്കെ, സെറ്റല്ലേ. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഫോംസിനെയാണ്. ഫോംസ്, ഇപ്പൊ ഒരു ബുക്കാണെങ്കിൽ ആ ബുക്കിന്റെ പേരൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ആ ഫോം വേണം അല്ലെ. ബുക്കിന്റെ പേര്, അതിന് ബുക്കിന്റെ ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്യാം, അതൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ ഒരു ഫോം വേണം. ആ ഒരു ഫോംസിനെയാണ് ഇത് ഈ ഒരു ഐക്കൺ റെപ്രസെന്റ് ചെയ്യുന്നത്. അവസാനമുള്ള ഈ ഒരു ഐക്കൺ റെപ്രസെന്റ് ചെയ്യുന്നത് റിപ്പോർട്ട്സിനെയാണ്. ഈ ഒരൊറ്റ സ്ലൈഡിലൂടെ നമ്മൾ ഇതിന്റെയൊക്കെ പേരുകളും ആ ഐക്കൺ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 3-4 സ്ലൈഡ് ഒരുമിച്ച് നിങ്ങൾക്ക് പറയട്ടെ, വേഗത്തിൽ പറഞ്ഞു വരട്ടെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. നിങ്ങൾ തന്നെ അതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കണം. ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ക്വയറീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാ? നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ട്. ക്വയറീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതാ ഈ ഒരു ഐക്കൺ ആണ് അല്ലെ. നമ്മളിപ്പോ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ ഒരു ഐക്കൺ ആണ് ക്വയറീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തതോ ഇത് അതിന് മലയാളമാണ്. ക്വയറീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ഐക്കൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പറയുന്നത് വിച്ച് ഐക്കൺ റെപ്രസെന്റ് റിപ്പോർട്ട്സ്. ഏതായിരുന്നു? റിപ്പോർട്ട് ആണെങ്കിൽ ഇതാ ഇതിൽ ഈ ഒരു ഐക്കൺ ആണ് റിപ്പോർട്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വേഗത്തിൽ പറയുന്നത്. ഈ ഒരൊറ്റ സ്ലൈഡ് മാത്രം നോക്കിയാൽ 2-3-4-5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ റിപ്പോർട്ട്സ് ആണ്. അടുത്ത ചോദ്യം നോക്കിയേ, അതിന്റെ മലയാളമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റിപ്പോർട്ട്സ് ആണ്. റിപ്പോർട്ട്സിനെ സൂചിപ്പിക്കുന്നത് ഏത് ഐക്കണ? ഇതിൽ ഏത് ഐക്കണാണ്? ഇതാണ് റിപ്പോർട്ട്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇനി ടേബിൾസ് ആണ്. ടേബിൾസ് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ നിങ്ങൾക്ക് ടേബിൾ കാണാം. ടേബിൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ഐക്കണാണ്? ടേബിൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ഐക്കൺ. ടേബിൾ സിമ്പിൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലെ. ടേബിൾ കാണുമ്പോൾ തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും ഈ ഒരു ഐക്കണാണ്. അപ്പൊ നമ്മൾ 2-3 ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഇവിടെ ഫോം കൂടിയുണ്ട്. ആ ഫോമും കൂടി നമുക്ക് നോക്കാം. ഫോമിനെ ഏതായിരുന്നു റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതാ ഈ ഒരു ഐക്കൺ മീൻസ് സി അല്ലെ. ഇതാണ് ഫോമിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. 3-4 സ്ലൈഡിലൂടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വേഗത്തിൽ പഠിച്ചു. സെറ്റല്ലേ? ഓക്കെ, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ആ ഒരു 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടെക്നിക് ബൈ വിച്ച് ദ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ്സ് ദ ഫ്രെയിംസ് ബിറ്റ്വീൻ കീ ഫ്രെയിംസ് ഇൻ സിൻഫിക് സ്റ്റുഡിയോ? മലയാളം മീഡിയത്തിന്റെ ചോദ്യം ഇവിടെ ഉണ്ട്. സിൻഫിക് സ്റ്റുഡിയോയിൽ കീ ഫ്രെയിമുകൾ നിശ്ചയിച്ചാൽ അവയ്ക്കിടയിലെ ഫ്രെയിമുകൾ സോഫ്റ്റ്വെയർ തനിയെ പൂർത്തിയാക്കുന്ന സങ്കേതത്തിന്റെ പേര് എന്താണ്? ആ സങ്കേതത്തിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാനിപ്പം ഇവിടെ ഒരു മനുഷ്യനെ കൊടുത്തു. ഓക്കെ, 2 കൈ, 4 കൈ. ഓക്കെ, ഇവിടെ ഞാൻ 0 ഫ്രെയിം, ഒരു കീ ഫ്രെയിം ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, ഈ മനുഷ്യനുണ്ട്. ഓക്കെ, അവിടെ ഒരു സീറോ എന്ന് പറയുന്ന ആവശ്യത്തിൽ അവിടെ ഒരു കീ ഫ്രെയിം ഞാൻ ആഡ് ചെയ്തു. 120ാമത്തെ ഫ്രെയിമിൽ ഒരു കീ ഫ്രെയിം ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും ഒരാളാണ്. എന്നിട്ട് ഞാൻ ഈ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു, ഈ കീ ഫ്രെയിമും ഞാൻ ആഡ് ചെയ്തു. 120ാമത്തെ ഫ്രെയിമിൽ കീ ഫ്രെയിം ആഡ് ചെയ്തു. അങ്ങനെ ഞാൻ 2 കീ ഫ്രെയിം അവിടെ ആഡ് ചെയ്തപ്പോൾ അതിനിടയിലുള്ള മറ്റ് ഫ്രെയിമുകൾ ഉണ്ടല്ലോ, ആ മറ്റ് ഫ്രെയിമുകളെ സോഫ്റ്റ്വെയർ സ്വയം തയ്യാറാക്കിക്കോളും. സിൻഫിക് സ്റ്റുഡിയോന്റെ അകത്താണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ സോഫ്റ്റ്വെയർ സ്വയം അത് തയ്യാറായിക്കോളും. 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനിടയിലുള്ള ബാക്കി ഫ്രെയിമുകളെ നമ്മുടെ സോഫ്റ്റ്വെയർ സ്വന്തമായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തയ്യാറാക്കിക്കോളും. ആ ഒരു സങ്കേതത്തിന് ഏത് പേരിൽ അറിയപ്പെടുന്നു? ആ സങ്കേതത്തെ അറിയപ്പെടുന്നത് ട്വീനിങ് എന്നാണ്. ഓക്കെ, റൈറ്റ് ആൻസർ ഈസ് ട്വീനിങ്. ശ്രദ്ധിക്കണം,
റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ട്വീനിങ് എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ പഠിച്ചോ, അത്തരത്തിലൊരു ചോദ്യം നമ്മൾ നോക്കുന്നുണ്ട്, എന്നാൽ ഇപ്പൊ തന്നെ മനസ്സിലാക്കി വെച്ചോ. ഈ ട്വീനിങ് നടക്കുന്നത് മാത്തമാറ്റിക്സിലെ ഇന്റർപൊളേഷൻ എന്ന് പറയുന്ന ഒരു സങ്കേതം അനുസരിച്ചിട്ടാണ്. ആ ഒരു സങ്കേതത്തെ ഇന്റർപൊളേഷൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്കലി ഒരു ടെക്നിക്ക് അടിസ്ഥാനമാക്കിയാണ് ട്വീനിങ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇവിടെ നടക്കുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സ് ടെക്നിക്ക് അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർപൊളേഷൻ, മലയാളമായാലും ഇംഗ്ലീഷായാലും ശ്രദ്ധിക്കുക, ഇന്റർപൊളേഷൻ. ഓക്കെ, മാത്തമാറ്റിക്കലുള്ള ആ ഒരു മാത്തമാറ്റിക്സിലെ ഗണിത സങ്കേതം, ആ ഒരു സങ്കേതം ഉപയോഗിച്ചിട്ടാണ് ട്വീനിങ് നടക്കുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ, സിൻഫിക് സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട ആ ഒരു ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ചലിക്കും ചിത്രങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണിത്. ഓക്കെ, DBMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റാബേസിലേക്ക് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനാണ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞുതരാം കേട്ടോ, ഇതിന് മലയാളം മീഡിയത്തിന്റെ ചോദ്യം പറഞ്ഞുതരാം. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡാറ്റകൾ നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അത്തരത്തിലുള്ള ഡാറ്റകൾ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകളെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ് ഈ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഒരു ഡാറ്റാബേസിൽ ടേബിളുകളിലായിട്ടാണ് നമ്മൾ ഡാറ്റാസ് സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, ഡാറ്റാബേസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡാറ്റ എന്നാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിനകത്ത് ടേബിളുകളായിട്ടാണ് നമ്മൾ ഡാറ്റാസ് സൂക്ഷിക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ, ടേബിളുകളായിട്ടാണ് ഡാറ്റാസ് സൂക്ഷിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ടേബിളുകളായിട്ട് നമ്മൾ ഡാറ്റാസ് സൂക്ഷിച്ചു കഴിഞ്ഞാലും അതിലൊരു പുതിയ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ഒരു ഡാറ്റാബേസ് തയ്യാറാക്കുകയാണെങ്കിൽ ആ ലൈബ്രറിയിൽ വേണ്ട ബുക്കുകളുടെ പേര്, ഓതറിന്റെ പേര്, ബുക്കിന്റെ പ്രൈസ്, അങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ഈ ഡാറ്റാസ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, പുതിയ ഡാറ്റാസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും, ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് ആ ഡാറ്റാബേസിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയറിന്റെ സഹായം വേണം. ഡാറ്റാബേസിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയറിന്റെ സഹായം വേണം. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ DBMS എന്ന് പറയുന്നത്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ചോദ്യം ഇതാണ്, a DBMS ഐഡന്റിഫൈസ് ഈച്ച് റെക്കോർഡ് ബേസ്ഡ് ഓൺ എന്നിട്ട് 4 ഓപ്ഷൻ ഉണ്ട്: പ്രൈമറി കീ, ഫോംസ്, റോസ്, കോളംസ്. മലയാളം മീഡിയത്തിന്റെ ചോദ്യമുണ്ട്, ചെറിയൊരു വ്യത്യാസമുള്ള ചോദ്യമാണ്, പക്ഷെ കാര്യം ഒന്ന് തന്നെയാണ്. ചുവടെ നൽകിയവയിൽ ഏതിനെ അടിസ്ഥാനമാക്കിയാണ് ഡാറ്റാബേസ് ഓരോ റെക്കോർഡും തിരിച്ചറിയുന്നത്? അവിടെ നമ്മള് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് അറിയണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. എന്താണ് റെക്കോർഡ് എന്നുള്ള കാര്യം പഠിക്കാനുണ്ട്, പിന്നെ എന്താണ് ഈ പ്രൈമറി കീ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, ഒറ്റ സ്ലൈഡ്, ഈ ഒരു സ്ലൈഡ് ഒന്ന് നോക്കിയേ. ഈ സ്ലൈഡിൽ ഇവിടെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒരു ടേബിൾ ആണ്. ഡാറ്റാബേസിൽ നമ്മൾ ഒരു ഡാറ്റാബേസ് തയ്യാറാക്കി, ആ ഡാറ്റാബേസിൽ ഒരു ടേബിൾ ഉണ്ടാക്കി. ഒരു ഡാറ്റാബേസിൽ എത്ര ടേബിൾ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം, ചോദിക്കാറുണ്ട്, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. എത്ര ടേബിൾ ഉണ്ടാക്കാം, എത്ര ടേബിൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ഡാറ്റാബേസിൽ തയ്യാറാക്കാൻ പറ്റും. ഒരു ഡാറ്റാബേസിൽ, ബുക്കുമായി ബന്ധപ്പെട്ട ഒരു ഡാറ്റാബേസിൽ ഞാൻ ഇങ്ങനെ ഒരു ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ ടേബിളിൽ ഈ കാണുന്നതിനെയാണ്, ഈ ടേബിളിന്റെ അകത്ത് നിങ്ങൾക്കിതാ ഇങ്ങനെ കാണുന്നതിനെയാണ്, ഓരോ കോളം ഉണ്ടല്ലോ ഡാറ്റാസ് ഉള്ള, ഈ രീതിയിലുള്ള കോളങ്ങളെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. ഈ കോളങ്ങളെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. ആ കാര്യം നിങ്ങൾക്ക് ഓക്കെ. എന്നാല് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഡാറ്റാസ് ഉള്ള റോകളെയാണ് നമ്മൾ റെക്കോർഡ് എന്ന് പറയുന്നത്. ഡാറ്റാസ് ഉള്ള റോകളെയാണ് നമ്മൾ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലുള്ള ഈ ഡാറ്റാസ് ഉള്ള റോകളെ നമുക്ക് റെക്കോർഡ് എന്ന് പറയാം. ഓക്കെ, ഡാറ്റാബേസിന്റെ അകത്തെ ടേബിളുകളിൽ നമ്മൾ ഡാറ്റാസ് സൂക്ഷിച്ചു വെക്കും. അതിന്റെ അകത്ത് നമ്മൾ ഡാറ്റാസിൽ ആ റോകളെ നമുക്ക് റെക്കോർഡ് എന്ന് പറയാം. അതുപോലെ ആ ഡാറ്റാസിൽ ആ ഒരു കോളം ഉണ്ടല്ലേ, ആ കോളങ്ങളെ നമുക്ക് ഫീൽഡ് എന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെയുള്ള ചോദ്യം അതല്ല. നമ്മള് ഇപ്പൊ ഈ ഒരു ടേബിൾ എടുക്കാം, ഇത്രയും ഭാഗം നിങ്ങൾ എടുക്കാം. ഇതിന്റെ അകത്ത് ഇവിടെ നോക്കിയേ, ഓ ചന്തുമേനോൻ ആ ഒരു വ്യക്തി, ആ ഓ ചന്തുമേനോൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ബുക്ക് മാത്രം എനിക്ക് വേണം. ആ ഒരു ബുക്ക് മാത്രം എനിക്ക് വേണം, അല്ലെങ്കിൽ അടുത്ത ബുക്ക് മാത്രം. അങ്ങനെ ഓരോ റോകളെയും എനിക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഓ ചന്തുമേനോൻ എഴുതിയ ബുക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ 2 ബുക്ക് ഉണ്ട് അല്ലേ. അപ്പൊ ഈ 2 റോയായിരിക്കും എനിക്ക് കിട്ടുന്നത്. പക്ഷെ എനിക്ക് ഏതെങ്കിലും ഒരു ബുക്ക് മാത്രമായിട്ട് വേണം, അല്ലെങ്കിൽ ആ ഒരു ബുക്കിന്റെ ഡീറ്റെയിൽസ് ആ ഒരു റോ മാത്രം വേണം, അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡ് മാത്രം വേണം. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ റോനെയും അഥവാ ഓരോ റെക്കോർഡിനെയും നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അതിനൊരു പുതിയ ഫീൽഡ് തയ്യാറാക്കിയിട്ട് ഒരു നമ്പർ ഇട്ട് കൊടുത്താൽ പോരെ. ഓരോ റെക്കോർഡിനെയും തിരിച്ചറിയാൻ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബുക്ക് നമ്പർ എന്ന് പറയുന്ന ഒരു ഫീൽഡ് തയ്യാറാക്കി.
എന്നിട്ട് നമ്മൾ ഓരോ റെക്കോർഡിനും അഥവാ ഈ ഓരോ റെക്കോർഡിനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഓരോ നമ്പർ ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെ നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകത എന്താ? അത് റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല അല്ലെ. 134 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെക്കോർഡിനെ ആയിരിക്കണം നമുക്ക് തിരിച്ചറിയേണ്ടത്. 235 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെക്കോർഡിനെ ആയിരിക്കണം നമുക്ക് തിരിച്ചറിയേണ്ടത്. അത് റിപ്പീറ്റ് ചെയ്ത് വരാത്ത ഇത്തരത്തിലുള്ള യുണീക്ക് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ഫീൽഡ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഫീൽഡാണ് ഈ കാണുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഫീൽഡാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബുക്ക് നമ്പർ എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിനെ ഞാൻ എന്ത് ചെയ്യും? പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യും. ഈ ബുക്ക് നമ്പർ എന്ന് പറയുന്ന ഫീൽഡിനെ ഞാൻ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബുക്ക് നമ്പർ എന്ന് പറയുന്ന ഈ ഒരു ടേബിൾ, ആ ഒരു ഫീൽഡ് ഉപയോഗിച്ചിട്ട് ആ ഓരോ റെക്കോർഡിനെയും എനിക്ക് തിരിച്ചറിയാം. ഇത്രയേ ഉള്ളൂ. 134 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 134 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു റോനെ ആയിരിക്കും, അഥവാ ഈ ഒരു റെക്കോർഡിനെ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. 235 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു റെക്കോർഡിനെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അത് പ്രൈമറി കീ ആയി സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാണ്. അപ്പൊ ആ പ്രൈമറി കീയിൽ യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. യുണീക്ക് ആയിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ചോദ്യത്തിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ചുവടെ നൽകിയവയിൽ ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഡാറ്റാബേസ് ഓരോ റെക്കോർഡിനെയും തിരിച്ചറിയുന്നത്? ഓരോ റെക്കോർഡിനെയും തിരിച്ചറിയുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയ? പ്രൈമറി കീ. ദ റൈറ്റ് ആൻസർ ഈസ് പ്രൈമറി കീ. പ്രൈമറി കീ അടിസ്ഥാനമാക്കിയിട്ടാണ് ഡാറ്റാബേസിൽ ഓരോ റെക്കോർഡും തിരിച്ചറിയുന്നത്. ഓക്കെ അല്ലേ? പ്രൈമറി കീ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ തന്നെ അപ്പൊ ഇവിടെ വരുന്ന പ്രൈമറി കീ എന്ന് വെച്ചാൽ ബുക്ക് നമ്പർ നമുക്ക് പ്രൈമറി കീ ആയി കൊടുക്കാം. അപ്പൊ നമുക്ക് ഓരോ റെക്കോർഡിന് വ്യത്യസ്തമായിട്ടുള്ള നമ്പറുകൾ അവിടെ ഉണ്ടാവും. ആ ഒരു ബുക്ക് നമ്പർ ഓരോ റെക്കോർഡിനും നമുക്ക് തിരിച്ചറിയാം, കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് അത് പ്രൈമറി കീ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ റെക്കോർഡിനെയും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ആ ഒരു നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു റെക്കോർഡിന് മാത്രം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന വേറൊരു ചോദ്യമുണ്ട്. വേറൊരു ചോദ്യം എന്താണെന്നറിയോ? പ്രൈമറി കീയുടെ വാല്യൂ എന്താണ് എന്നുള്ള ഒരു ചോദ്യം. ഓക്കെ, പ്രൈമറി കീയുടെ വാല്യൂ എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. വാല്യൂ ഓഫ് ദ പ്രൈമറി കീ, വാല്യൂ ഓഫ് ദ പ്രൈമറി കീ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. ഓക്കെ, യുണീക്ക് മലയാളത്തിൽ അനന്യം. ഓക്കെ, അനന്യം. ഓക്കെ അല്ലേ? അനന്യമായിരിക്കും, യുണീക്ക് ആയിരിക്കും, അഥവാ അനന്യമായിരിക്കും. സെറ്റ് അല്ലേ? ചോദിക്കാറുണ്ട് പ്രൈമറി കീയുടെ വാല്യൂ, പ്രൈമറി കീയുടെ വില. മലയാളം മീഡിയം ആണെങ്കിൽ പ്രൈമറി കീയുടെ വില എന്ത് എന്ന് ചോദിക്കാറുണ്ട്. അത് അനന്യം അഥവാ യുണീക്ക് ആയിരിക്കും ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, പ്രൈമറി കീയെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. Which of the following tool help to assign the same format given to one word, sentence or paragraph to other words or sentence in LibreOffice Writer? LibreOffice Writerൽ ഇത് മലയാളം മീഡിയത്തിന്റെ ചോദ്യം ഇവിടെ ഉണ്ട്, വായിക്കാം. LibreOffice Writerൽ ഒരു പദത്തിനോ വാക്യത്തിനോ ഖണ്ഡികകൾക്കോ നൽകിയിട്ടുള്ള ഫോർമാറ്റുകൾ അതേപടി മറ്റ് പദങ്ങൾക്കോ വാക്യങ്ങൾക്കോ നൽകാൻ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് ടൂളാണ് സഹായിക്കുക? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഏതോ ഒരു ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റിന്, ഉദാഹരണത്തിന് ഒരു ടെക്സ്റ്റിന് നമ്മൾ കുറച്ച് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റ് ഇപ്പൊ അതിനൊരു കളർ കൊടുത്തു, അതിനൊരു ഫോണ്ട് സൈസ് കൊടുത്തു, അതിനൊരു ഫോണ്ട് ഫാമിലി കൊടുത്തു. ഓക്കെ, ആ ഫോർമാറ്റുകൾ നമുക്ക് മറ്റൊരു ടെക്സ്റ്റിലേക്ക് പകർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ ഏതോ ഒരു ടൂൾ ഉപയോഗിച്ചാലാണ്. ഏത് ടൂളായിരുന്നു? ABCD. ഇതിൽ ഏതാ ടൂള്? ദ റൈറ്റ് ആൻസർ ഈസ്, ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒന്നാമത്തെ ടൂൾ അല്ലെ. ഇവിടെ A എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ? ക്ലോൺ ഫോർമാറ്റിംഗ്. ഒരു പെയിന്റിന്റെ ആ ഒരു ബ്രഷ് പോലെയുള്ള ആ ഒരു ടൂള്, ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ടൂളാണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ക്ലോൺ ഫോർമാറ്റിംഗ് ടൂൾ. സെറ്റ്? ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Fields from a database are mail merged and inserted into a document prepared in LibreOffice Writer. ശ്രദ്ധിക്കണം, LibreOffice Writer. To get the merged document, which of the following should be done? നമുക്ക് merged document കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതോ ഒന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. മലയാളം മീഡിയത്തിന്റെ ചോദ്യം ഇവിടെ ഉണ്ട്, മലയാളം ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. LibreOffice Writerൽ തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്റിലേക്ക് മെയിൽ മർജ് സങ്കേതം ഉപയോഗിച്ച് ഒരു ഡാറ്റാബേസിലെ ഫീൽഡുകൾ മെയിൽ മർജ് ചെയ്ത് ഉൾപ്പെടുത്തി. മർജ് ചെയ്ത ഡോക്യുമെന്റ് ലഭിക്കാൻ താഴെ പറയുന്നവയിൽ ഏത് പ്രവർത്തനമാണ് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ ഈ ഒരു ചോദ്യം പഠിക്കുന്നവരുടെ പ്രാക്ടിക്കലിലെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതാണ്. അതായത്
നമ്മൾ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ, പബ്ലിഷിംഗ് അഥവാ പ്രസിദ്ധീകരണത്തിലേക്ക് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ടേബിൾ ഓഫ് കണ്ടന്റ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ തയ്യാറാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഫയലിൽ സേവ് അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു പുതിയ സ്റ്റൈൽ ഉണ്ടാക്കിയാലും സ്റ്റൈൽ മോഡിഫൈ ചെയ്താലും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ മെയിൽ മർജ് ചെയ്താൽ നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്? ഫയലിൽ സേവ് കൊടുക്കുകയാണോ ചെയ്യാറ്? അല്ലാലോ. നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. നമുക്ക് മെയിൽ മർജ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്രയാണ് ചെയ്യേണ്ടത്. നമുക്ക് 4 ഓപ്ഷൻ വായിച്ചു നോക്കാം, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഓപ്ഷൻ ഉണ്ട്, മെയിൽ മർജ് ദ ഫീൽഡ്സ് ആൻഡ് പ്രിന്റ് ദ ഡോക്യുമെന്റ്. മെയിൽ മർജ് ദ ഫീൽഡ്സ് ആൻഡ് പ്രിന്റ് ദ ഡോക്യുമെന്റ്. ഫീൽഡുകൾ മെയിൽ മർജ് ചെയ്ത് എന്നാണ് കേട്ടോ, ചെയ്ത് ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യണം, അതാണോ ആൻസർ? അല്ലെങ്കിൽ മെയിൽ മർജ് ദ ഫീൽഡ്സ് ആൻഡ് എക്സ്പോർട്ട് ദ ഡോക്യുമെന്റ് ആസ് PDF. ഫീൽഡുകൾ മെയിൽ മർജ് ചെയ്ത ഡോക്യുമെന്റ് PDF ആയി എക്സ്പോർട്ട് ചെയ്യണം. PDF ആയി എക്സ്പോർട്ട് ചെയ്യാണോ വേണ്ടേ? അടുത്തത്, മെയിൽ മർജ് ദ ഫീൽഡ്സ് ആൻഡ് എക്സ്പോർട്ട് ദ ഡോക്യുമെന്റ് ആസ് PNG. ഫീൽഡുകൾ മെയിൽ മർജ് ചെയ്ത് ഡോക്യുമെന്റ് PNG ആയി എക്സ്പോർട്ട് ചെയ്യണം, അങ്ങനെയാണോ വേണ്ടേ? നിങ്ങൾ തന്നെ ഉത്തരം കണ്ടുപിടിച്ചോ. മെയിൽ മർജ് ദ ഫീൽഡ്സ് ആൻഡ് സേവ് ദ ഡോക്യുമെന്റ്. ഫീൽഡുകൾ മെയിൽ മർജ് ചെയ്ത് ഡോക്യുമെന്റ് സേവ് ചെയ്യണം. ഇതിൽ ഏതാ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രാക്ടിക്കലി പഠിച്ചവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. മെയിൽ മർജ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ഫയലിൽ പ്രിന്റ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് മെയിൽ മർജ് ദ ഫീൽഡ്സ് ആൻഡ് പ്രിന്റ് ദ ഡോക്യുമെന്റ്. പ്രിന്റ് ദ ഡോക്യുമെന്റ്. ഓക്കെ, ഫീൽഡുകൾ മെയിൽ മർജ് ചെയ്ത് ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഈ രീതിയിലുള്ള ചോദ്യം വരാം. ഇവിടെ നിങ്ങൾ പ്രാക്ടിക്കലിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിട്ടുണ്ട്, പ്രിന്റ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഓക്കെ അല്ലേ? സെറ്റ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ഐക്കൺ ഫൗണ്ട് ഇൻ പാരാമീറ്റേഴ്സ് പാനൽ ഇൻ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ? സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിലെ പാരാമീറ്റേഴ്സ് പാനലിൽ കാണുന്ന ഈ ഒരു ഐക്കൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്താണ് അതിന്റെ യൂസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മലയാളം ക്വസ്റ്റ്യൻ എവിടെയുണ്ട്? സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിലെ പാരാമീറ്റേഴ്സ് പാനലിൽ കാണുന്ന ഈ ഒരു ഐക്കൺ എന്തിനെയാണ് സൂചി, അല്ലെങ്കിൽ അതിന്റെ യൂസ് എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ചാപ്റ്റർ പഠിച്ചവർക്ക് അറിയാം. നമ്മൾ പക്ഷീനെ പറത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ എന്തൊക്കെ ചെയ്യുന്നത്, നക്ഷത്രങ്ങളൊക്കെ മൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, സൂര്യനെയൊക്കെ സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്ന ആനിമേഷൻ ഒക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോ പാരാമീറ്റേഴ്സ് പാനൽ ഈ ഒരു പ്ലസ് എന്ന് പറയുന്ന ഒരു ഗ്രീൻ പ്ലസ് എന്ന് പറയുന്ന ഐക്കൺ എന്തിനാ? ഓപ്ഷൻസ് ഉണ്ട്. കീ ഫ്രെയിമുകൾ ഒഴിവാക്കാൻ. കീ ഫ്രെയിം ഒഴിവാക്കാൻ വേണ്ടിയാണോ? കീ ഫ്രെയിം ഒഴിവാക്കാൻ വേണ്ടിയൊന്നുമല്ല നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. പുതിയ കീ ഫ്രെയിം ഉൾപ്പെടുത്താൻ. ദ റൈറ്റ് ആൻസർ ഈസ് പുതിയ കീ ഫ്രെയിം ഉൾപ്പെടുത്താൻ. ഓക്കെ, ടു ഇൻക്ലൂഡ് ദ ന്യൂ കീ ഫ്രെയിം. ബാക്കി 2 ഓപ്ഷൻ എന്താ? ടു ഇൻക്ലൂഡ് ദ ന്യൂ ഫ്രെയിം അല്ല, ടു റിമൂവ് ദ ഫ്രെയിം അല്ല. ഈ ഒരു ഐക്കൺ നമ്മൾ യൂസ് ചെയ്യുന്നത് പുതിയ കീ ഫ്രെയിം നമുക്ക് ഉൾപ്പെടുത്താനാണ്. ടു ഇൻക്ലൂഡ് ദ ന്യൂ കീ ഫ്രെയിം. ഓക്കെ അല്ലേ? നമ്മൾ അത് പ്രാക്ടിക്കലി ചെയ്യാറുണ്ട്, തിയറിയിലും പഠിച്ചു കഴിഞ്ഞു. സെറ്റ്. ശ്രദ്ധിച്ചോ, ഡാറ്റാബേസുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഓക്കെ, ഇത് മനസ്സിലാണെങ്കിൽ 1-2 കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ചോദ്യം വായിക്കാം. ഇൻ എ ഡാറ്റാബേസ് പ്രിപ്പയർഡ് ഇൻ ലിബ്രിയോഫീസ് ബേസ് ടു ആഡ് ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡന്റ്, കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫീൽഡ് ദാറ്റ് ക്യാൻ ബി ഗിവൺ ആസ് ദ ഫീൽഡ് ടൈപ്പ് ഡെസിമൽ. ഫീൽഡ് ടൈപ്പ് ഡെസിമൽ കൊടുക്കാൻ പറ്റിയതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏതാണ്? ഹൈറ്റ് ഓഫ് ദ സ്റ്റുഡന്റ് ആണോ, നെയിം ഓഫ് ദ സ്റ്റുഡന്റ് ആണോ, ഫോട്ടോ ഓഫ് സ്റ്റുഡന്റ് ആണോ, അഡ്രസ് ഓഫ് ദ സ്റ്റുഡന്റ് ആണോ? ഇതിൽ ഏതാണ് ഏറ്റവും അനുയോജ്യമായതെന്നാണ് ചോദിക്കുന്നത്. മലയാളം ക്വസ്റ്റ്യൻ എവിടെയുണ്ട്? കുട്ടികളുടെ വിവരങ്ങൾ ചേർക്കാൻ ലിബ്രിയോഫീസ് ബേസിൽ തയ്യാറാക്കിയ ഡാറ്റാബേസിൽ ഡെസിമൽ എന്ന ഫീൽഡ് ടൈപ്പ് നൽകാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ ഫീൽഡ് ചുവടെ നൽകിയവയിൽ ഏതാണ്? കുട്ടിയുടെ ഉയരം, പേര്, ചിത്രം, വിലാസം, ഇതിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇത് ഉത്തരം മാത്രം ഞാൻ പറയുന്നില്ല, 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കണം. കാരണം വേറെ രീതിയിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റണ്ടേ. അപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ. ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ച അല്ലെങ്കിൽ നേരത്തെ നോക്കിയിട്ടുള്ള ഒരു ടേബിൾ ആണിത്. ഡാറ്റാബേസിൽ ബുക്കിന്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ടേബിൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് ഞാൻ ഇവിടെ ഒരു ഫീൽഡ് ഉണ്ട് അല്ലെ, ബുക്ക് നമ്പർ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്. ആ ഒരു ഫീൽഡിനകത്ത് നമ്പർ ഡാറ്റയല്ലേ നമുക്ക് വേണ്ടത്? അതെ. രണ്ടാമത്തത് നെയിം ഓഫ് ബുക്ക് അല്ലേ? ആ ഒരു ബുക്കിന്റെ പേരെന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ഡാറ്റയല്ലേ അല്ലെ? ആ ഫീൽഡിനകത്ത് വരേണ്ടത് ടെക്സ്റ്റ് ഡാറ്റയാണ്. അപ്പൊ അതിൽ ആ ഒരു ഡാറ്റ ടൈപ്പ് ഒരു ടെക്സ്റ്റ് ആയിരിക്കും. ഓക്കെ, അതിന്റെ ടെക്സ്റ്റ് ഡാറ്റയാണ് നമുക്ക് വേണ്ടത്. ഓതറിന്റെ പേര് എന്ന് പറയുമ്പോൾ ഒരു എഴുതിയ ആളുടെ പേര്, എഴുത്തുകാരന്റെ പേര് എന്ന് പറയുമ്പോൾ അതൊരു നമ്പർ ആയിരിക്കുമോ? അല്ല.
ടെക്സ്റ്റ് ഡാറ്റ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ഓരോ ഫീൽഡിലും നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസിന്റെ ടൈപ്പ് ഏതാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടേബിൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ കൊടുക്കണം. നമ്മുടെ ആദ്യത്തെ ശ്രദ്ധിക്കുക, നമ്മുടെ ആദ്യത്തെ ഈ ഒരു ഇതുണ്ടല്ലോ ബുക്ക് നമ്പർ അല്ലെ, ബുക്ക് നമ്പർ എന്ന് പറയുന്ന ഫീൽഡ് ഉണ്ട്. ഈ ബുക്ക് നമ്പർ എന്ന് പറയുന്ന ഫീൽഡ് നെയിം അത് കൊടുക്കുന്ന സമയത്ത് തന്നെ ആ ബുക്ക് നമ്പർ എന്ന് പറയുന്ന ഫീൽഡ് ഏത് തരം ഡാറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അപ്പൊ ആ ബുക്ക് നമ്പർ എന്ന് പറയുന്ന ഫീൽഡിന്റെ ടൈപ്പ് നമ്മൾ കൊടുക്കണം. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂമറിക് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ടൈപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ബുക്കിന്റെ നമ്പർ ആണ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂമറിക് എന്ന് പറയുന്ന ഫീൽഡ് കൊടുക്കുന്നു. അടുത്ത ബുക്ക് നെയിം അല്ലേ, ബുക്ക് നെയിം എന്ന് പറയുമ്പോൾ പുസ്തകത്തിന്റെ പേര് അതൊരു ടെക്സ്റ്റ് ഡാറ്റ ആയിരിക്കും. സോ നമ്മൾ ടെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു, വാർക്കർ ഇവിടെ ബ്രാക്കറ്റിൽ ഉണ്ട്, വാർക്കർ എന്ന് പറയാം. ടെക്സ്റ്റ് വാർക്കർ എന്ന് പറയുന്ന ഫീൽഡ് ടൈപ്പ് നമ്മൾ കൊടുക്കണം. ഓദറിന്റെ പേര് അതും ഒരു ടെക്സ്റ്റ് ഡാറ്റ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് വാർക്കർ എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാം. ബുക്കിന്റെ പ്രൈസ് ഉണ്ടാവുമല്ലോ, പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഡെസിമൽ ആണ് കൊടുക്കാൻ പറ്റുന്നത്. അവിടെ ടെക്സ്റ്റ് അല്ല, ഡെസിമൽ ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. അതാണ് ഏറ്റവും അനുയോജ്യമായത്. ഡെസിമൽ ആയിരിക്കും ബുക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത്, ചോദിക്കാറുണ്ട്. ഓക്കെ, ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് അതിന്റെ ഫീൽഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഡേറ്റ് ആയിരിക്കും. ഈ രീതിയിൽ കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ആ ഒരു ടേബിൾ തയ്യാറാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കിയേ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചിട്ട് ഡെസിമൽ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ, ഡെസിമൽ ആണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡെസിമൽ കൊടുക്കാൻ പറ്റിയ ഫീൽഡ് ടൈപ്പ് ഡെസിമൽ കൊടുക്കാൻ പറ്റിയത് ഹൈറ്റ് ഓഫ് ദ സ്റ്റുഡന്റ് ആയിരിക്കോ, നെയിം ഓഫ് ദ സ്റ്റുഡന്റ് ആയിരിക്കോ, ഫോട്ടോ ഓഫ് സ്റ്റുഡന്റ് ആയിരിക്കോ, അഡ്രസ് ഓഫ് സ്റ്റുഡന്റ് ആയിരിക്കോ. നെയിമും അഡ്രസ്സും ആ കാര്യങ്ങളൊക്കെ നമുക്ക് ടെക്സ്റ്റ് ഡാറ്റയാണ്, അതൊന്നും അല്ല നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുക. ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഡെസിമൽ കൊടുക്കാൻ പറ്റുന്നത് ഹൈറ്റ് ഓഫ് സ്റ്റുഡന്റ് ആണ്. ഡെസിമൽ കൊടുക്കാൻ പറ്റുന്നത് ഹൈറ്റ് ഓഫ് സ്റ്റുഡന്റ് ആണ്. ഹൈറ്റ് അല്ലേ, അപ്പൊ അത് നമുക്ക് ഡെസിമൽ അല്ലേ കൊടുക്കാൻ പറ്റുക. അപ്പൊ കുട്ടിയുടെ ഉയരമാണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ, കുട്ടിയുടെ ഉയരം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണം. ഓക്കെ അല്ലേ, ജസ്റ്റ് അത് നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഇമേജ് ആണെങ്കിൽ ഇമേജ് നമുക്ക് കൊടുക്കാം. ഓക്കെ, മറ്റൊരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം. Which menu has the option to group objects in Inkscape? ഇങ്ക്സ്കേപ്പിലെ ഒബ്ജക്റ്റുകളെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏത് മെനുവിലാണ്? പാത്തിലാണോ, ഫയലിലാണോ, എഡിറ്റിലാണോ, ഒബ്ജക്റ്റിലാണോ? ഓക്കെ, ഒബ്ജക്റ്റിലാണോ? മലയാളം മീഡിയത്തിന്റെ ചോദ്യമുണ്ട്. ഇങ്ക്സ്കേപ്പിൽ ഒബ്ജക്റ്റുകൾ ഗ്രൂപ്പ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഏത് മെനുവിലാണ്? ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതിലും നല്ലത് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഗ്രൂപ്പ് ചെയ്യുന്നത് ഏത് മെനുവിലാണെന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഒരു സ്ലൈഡ് ഞാൻ കാണിച്ചു തരട്ടെ. ആ സ്ലൈഡിലൂടെ നിങ്ങൾക്ക് ഇതേപോലുള്ള 2, 3, 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടിയല്ലോ. ഗ്രൂപ്പ് ചെയ്യുന്നത് ഏത് മെനുവിലാ? ശ്രദ്ധിച്ചു നോക്കിയേ. ഗ്രൂപ്പ് ചെയ്യുന്നത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് പ്രാക്ടിക്കലി യൂസ്ഫുൾ ആണ്. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് മാത്രമാണോ? അല്ല, ഫിൽ ആൻഡ് സ്ട്രോക്ക് ഉണ്ട്. അതേപോലെ താഴെ നിങ്ങൾക്ക് ഒബ്ജക്റ്റിൽ തന്നെയുള്ള ഓപ്ഷൻസ് ആണ് റൈസ്, ലോവർ, റൈസ് ടു ടോപ്പ്, ലോവർ ടു ബോട്ടം, ബാക്കിയുള്ള ഓപ്ഷൻസും ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത്രയും ഓപ്ഷൻ ആണ്. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഉണ്ട്, ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ഉണ്ട്, ഒബ്ജക്റ്റിൽ റൈസ്, ലോവർ, റൈസ് ടു ടോപ്പ്, ലോവർ ടു ബോട്ടം, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഒബ്ജക്റ്റിനെ മാത്രം പഠിക്കല്ല, അതിന്റെ കൂടെ നമുക്ക് ഇതും കൂടി പഠിക്കാം. ടെക്സ്റ്റ് എന്ന് പറയുന്ന മെനു എടുത്തു കഴിഞ്ഞാൽ അതിലെന്തൊക്കെയുണ്ട്? അതിൽ പ്രധാനമായിട്ടുള്ളത് പുട്ട് ഓൺ പാത്ത് ആണ്, നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അത് പഠിച്ചിരിക്കണം. പുട്ട് ഓൺ പാത്ത്, ഓക്കെ അല്ലേ? പുട്ട് ഓൺ പാത്ത്, ബാക്കിയുള്ളതും കൂടി ശ്രദ്ധിക്കുക. പുട്ട് ഓൺ പാത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് എന്താ? പാത്ത് അല്ലേ? പാത്ത് മെനുവിൽ എന്തൊക്കെയുണ്ട്? പാത്ത് മെനുവില് ഡിഫറൻസ് ഉണ്ട്, യൂണിയൻ ഉണ്ട്, ഇന്റർസെക്ഷൻ ഒക്കെ ഉണ്ട്. ഡിഫറൻസ് നമ്മൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ ഒരുപാട് ആ ഒരു ചായക്കപ്പിന്റെ ഒക്കെ പിടി ഒക്കെ അവിടെ ആ ഒരു രീതിയിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഡിഫറൻസ് ഉള്ളത് പാത്ത് മെനുവിലാണ്. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒബ്ജക്റ്റിലാണ് ഗ്രൂപ്പ് ഉള്ളത്, അതേപോലെ ടെക്സ്റ്റ് എന്ന് പറയുന്ന മെനുവിലാണ് പുട്ട് ഓൺ പാത്ത് ഉള്ളത്, പാത്ത് മെനുവിലാണ് ഡിഫറൻസ് ഉള്ളത്. ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ? ആൻസർ നിങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. ദ റൈറ്റ് ആൻസർ ഈസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന മെനുവിലാണ്. ഓക്കെ, നമ്മളിവിടെ അത് എക്സാമ്പിൾ അടക്കം നോക്കിക്കഴിഞ്ഞു. Which of the following is a technique to find the web address of a website? ഒരു വെബ്സൈറ്റിന്റെ വെബ് അഡ്രസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത് ഇതിൽ പറയുന്നത് ഏത് ടെക്നിക്കാണ് എന്നാണ് ചോദിക്കുന്നത്. വെബ്സൈറ്റുകളുടെ വെബ് വിലാസം കണ്ടെത്താൻ സഹായിക്കുന്ന സങ്കേതം ചുവടെ നൽകിയവയിൽ ഏതാണ്? ഹൈപ്പർ ലിങ്ക് ആണോ, CSS ആണോ, ഇന്ററാക്ഷൻ ആണോ, സെർച്ച് എഞ്ചിൻ ആണോ? ഒരു വെബ്സൈറ്റിന്റെ വെബ് വിലാസം അഥവാ വെബ് അഡ്രസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് സെർച്ച് എഞ്ചിൻ ആണ്.
Okay, search engine is the right answer. Search engine is the right answer. ഒരു വെബ്സൈറ്റിന്റെ വെബ് വിലാസം കണ്ടെത്താൻ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? സെർച്ച് എഞ്ചിൻ ആണ് നമുക്ക് അതിന്റെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റ്. നമ്മൾ നേരത്തെ ഒരു സ്ലൈഡിലൂടെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണിത്. വിച്ച് മെനു ഇൻ ഇങ്ക്സ്കേപ്പ് ഹാസ് പുട്ട് ഓൺ പാത്ത്? ഇത്രയേ ഉള്ളൂ, അത് ചോദ്യം കാര്യമായിട്ട് അത്രയേ ഉള്ളൂ. പുട്ട് ഓൺ പാത്ത് അല്ലെ? പുട്ട് ഓൺ പാത്ത് ഉള്ളത് ഇങ്ക്സ്കേപ്പിലെ ഏത് മെനുവിലാണ് പുട്ട് ഓൺ പാത്ത് ഉള്ളത്? അതിന്റെ യൂസ് ഇവിടെ പറയുന്നുണ്ട്. വിച്ച് ഗിവ് ദ ലെറ്റേഴ്സ് ടു ദ ഷേപ്പ് ഓഫ് സെലക്ടഡ് ഒബ്ജെക്ട്. അക്ഷരങ്ങളെ നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന്റെ ആകൃതിയിലാക്കുന്ന പുട്ട് ഓൺ പാത്ത് ഇങ്ക്സ്കേപ്പിലെ ഏത് മെനുവിലാണ്? അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് പുട്ട് ഓൺ പാത്ത് ഏത് മെനുവിലാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യും, അതേപോലെ മറ്റൊരു ഒബ്ജക്ട് സെലക്ട് ചെയ്തിട്ട് അതിന്റെ പാത്തിനനുസരിച്ച് നമ്മൾ മാറ്റുന്നുണ്ട്. ഒരു കേവ് രൂപത്തിലൊക്കെ നമ്മൾ മാറ്റുന്നുണ്ട് അല്ലെ? അതിനെ നമ്മൾ പുട്ട് ഓൺ പാത്ത് കൊടുക്കും. എവിടെ നിന്നായിരുന്നു നമ്മൾ ആ പുട്ട് ഓൺ പാത്ത് കൊടുത്തേ? നമ്മൾ നേരത്തെ സ്ലൈഡിൽ പഠിച്ചിട്ടുണ്ട്. ദ റൈറ്റ് ആൻസർ ഈസ് ടെക്സ്റ്റ്. ടെക്സ്റ്റിലാണ് പുട്ട് ഓൺ പാത്ത് ഉള്ളത്. ടെക്സ്റ്റിലാണ് പുട്ട് ഓൺ പാത്ത് ഉള്ളത്. ടെക്സ്റ്റ്. ഡൗട്ട് ഉണ്ടോ? ആ ഒരു സ്ലൈഡ് നമുക്കൊന്നുകൂടി നോക്കണം. ഇതാ ഇവിടെയുണ്ട് ടെക്സ്റ്റ്. ടെക്സ്റ്റിലാണ് പുട്ട് ഓൺ പാത്ത് ഉള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ്. അടുത്ത ചോദ്യം. വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ ദാറ്റ് ഹോസ്റ്റ് എ വെബ്സൈറ്റ് ഓൺ ദ ഇന്റർനെറ്റ് കോൾഡ്? അതായത് ഇന്റർനെറ്റിൽ ഒരു വെബ്സൈറ്റ് സ്ഥാപിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിനെ എന്താണ് വിളിക്കുന്നത്? ഇപ്പൊ ഒരു വെബ്സൈറ്റ്, ഉദാഹരണത്തിന് silentlearning.com, അതേപോലെ അല്ലെ കലാമണ്ഡലത്തിന്റെ ഒക്കെ വെബ്സൈറ്റുകൾ ഉണ്ടാവല്ലോ. ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളെ നമുക്ക് ഇന്റർനെറ്റിൽ നമുക്ക് ഒരു സ്ഥലത്ത് ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ അത് സ്റ്റോർ ചെയ്യണം, അതിനെ ഹോസ്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പബ്ലിക്കിൽ എല്ലാവർക്കും അത് എവിടെ നിന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അങ്ങനെ നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ആ കമ്പ്യൂട്ടറിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിനെ വിളിക്കുന്നത് ഏത് പേരെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ ദാറ്റ് ഹോസ്റ്റ് എ വെബ്സൈറ്റ് ഓൺ ദ ഇന്റർനെറ്റ് കോൾഡ്? The right answer is domain locator driver server. Domain locator driver server. The right answer is server. Okay, server ആണ് right answer എന്ന് പറയുന്നത്. സെർവർ. ആ കമ്പ്യൂട്ടറിനെ വിളിക്കുന്നത്, വെബ്സൈറ്റിനെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കമ്പ്യൂട്ടറിനെ നമ്മൾ വിളിക്കുന്നത് സെർവർ എന്നാണ്. ഓക്കെ, സെർവർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സെർവർ മറന്നു പോവണ്ട. ഓക്കെ അല്ലേ? Which is the correct way to arrange an image drawn in Inkscape behind it if another important image is placed on the top of it? ശ്രദ്ധിക്കണം, മാറിപ്പോവരുത്. മലയാളം മീഡിയത്തിന്റെ ചോദ്യം ഇവിടെ ഉണ്ട്. ഇങ്ക്സ്കേപ്പിൽ വരച്ച ഒരു ചിത്രത്തിന് മുകളിലാണ് ഇമ്പോർട്ട് ചെയ്ത മറ്റൊരു ചിത്രം വന്നിട്ടുള്ളതെങ്കിൽ അതിനെ പിന്നിലാക്കി ക്രമീകരിക്കുന്നതിനുള്ള ശരിയായ മാർഗം എന്ത്? ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഞാനൊരു ചിത്രം വരച്ചു. ഓക്കെ, ഇവിടെ ഒരു ചിത്രം വരച്ചു. ഇതിന് മുകളിലാണ് അടുത്ത ചിത്രം വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് വേണം? ഈ മുകളിൽ വന്നിട്ടുള്ള ഈ ഒരു ചിത്രമില്ലേ, ആ മുകളിൽ വന്നിട്ടുള്ള ആ ഒരു ചിത്രമില്ലേ, ഈ മുകളിൽ വന്നിട്ടുള്ള ഈ ഒരു ചിത്രത്തെ എനിക്ക് പുറകിലുള്ള ആ ഒരു ചിത്രത്തിന്റെ തൊട്ട് പുറകിലേക്ക് മാറ്റണം. അങ്ങനെയെങ്കിൽ ഒബ്ജക്റ്റിൽ റേസ് ആണോ, ഒബ്ജക്റ്റിൽ ലോവർ ആണോ, ഒബ്ജക്റ്റിൽ പാത്തിൽ ലോവർ ആണോ, പാത്തിൽ ഗ്രൂപ്പ് ആണോ? ഏതാണ്? ലോവർ ആണോ, റൈസ് ആണോ, ഗ്രൂപ്പ് ആണോ? അതേപോലെ അത് ഏത് ഓപ്ഷനിലാണ് ഉള്ളതെന്നും കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഓൾറെഡി നേരത്തെ സ്ലൈഡിൽ നോക്കിയതാണ്. അപ്പൊ തൊട്ട് മുകളിലാണ്, അതായത് മുകളിലാണ് ഇമേജ് ഉള്ളത്, അതിനെ തൊട്ട് പുറകിലേക്കാണ് മാറ്റേണ്ടത്. സോ നമുക്കറിയാം റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൽ ലോവർ. പാത്തിലല്ല ലോവർ ഉള്ളത്, ലോവർ ഉള്ളത് ഒബ്ജക്റ്റിലാണ്. നമ്മൾ നേരത്തെ സ്ലൈഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒബ്ജക്റ്റിൽ ഉള്ളത് ഒബ്ജക്റ്റിൽ ലോവർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒബ്ജക്റ്റിൽ ലോവർ ഈസ് ദ റൈറ്റ് ആൻസർ. ഒബ്ജക്റ്റിൽ ലോവർ. ഓക്കെ അല്ലേ? റൈസ് ആണെങ്കിൽ തൊട്ട് മുകളിൽ എത്തിക്കാൻ, ഏറ്റവും കുറെ ഒബ്ജക്റ്റ് ഉണ്ട്, അതിന്റെ ഒക്കെ ഏറ്റവും താഴെ എത്തിക്കണമെങ്കിൽ ഒബ്ജക്റ്റിൽ ലോവർ ടു ബോട്ടം, ഏറ്റവും മുകളിൽ എത്തിക്കണമെങ്കിലോ ഒബ്ജക്റ്റിൽ റൈസ് ടു ടോപ്പ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? Next question. Each object drawn in Sinfix Studio software is organized into layers. What is the benefit of this? അതായത് നമ്മൾ ഇങ്ക്സ്കേപ്പിൽ വരച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഒബ്ജക്റ്റുകൾ എന്നാണ് പറയുന്നത്. ഈ ഒബ്ജക്റ്റുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഓരോ ഒബ്ജക്റ്റും ഓരോ ലെയർ ആയിട്ടാണ് അതിൽ വരിക. ഓക്കെ, ലെയേഴ്സ് പാനലിൽ നമുക്കത് കാണാൻ പറ്റും. ലെയർ ആയിട്ടാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെ ലെയറുകളായി ക്രമീകരിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നാണ് ചോദിക്കുന്നത്. സിൻഫിക്സ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ വരയ്ക്കുന്ന ഓരോ ഒബ്ജക്റ്റുകളും ഓരോ ലെയർ ആയിട്ടാണ് ക്രമീകരിക്കപ്പെടുന്നത് അല്ലെ? ലെയർ പാനലിൽ ഓരോന്നും നമ്മൾ ഒരു റെക്ടാംഗിൾ വരച്ചാലും ഒരു സ്റ്റാർ വരച്ചാലും അതൊക്കെ തന്നെ നമ്മൾ ഓരോരോ ലെയർ ആയിട്ടാണ് വരുന്നത്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ത്?
നമുക്കറിയാം ആ ഒരു ലെയർ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് 2-3 പ്രയോജനങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈച്ച് ഒബ്ജക്ട് ക്യാൻ ബി ആനിമേറ്റഡ് സെപ്പറേറ്റ്ലി. അതാണോ ഈച്ച് ഒബ്ജക്ട് ക്യാൻ ബി എക്സ്പോർട്ടഡ് സെപ്പറേറ്റ്ലി. ഈച്ച് ലെയർ ക്യാൻ ബി കളേർഡ്. ഈച്ച് ലെയർ ക്യാൻ ബി ഗിവൺ FPS. FPS മീൻസ് ഫ്രെയിം പെർ സെക്കൻഡ്. ചിലപ്പോൾ ഫുൾ ഫോം ചോദിക്കും കേട്ടോ. ഫ്രെയിം പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ? ഓരോ ഒബ്ജക്റ്റിനും പ്രത്യേകം ആനിമേഷൻ നൽകാൻ സാധിക്കുന്നു. ഓരോ ഒബ്ജക്റ്റിനെയും പ്രത്യേകം എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഓരോ ലെയറിനും നിറം നൽകാൻ സാധിക്കുന്നു. ഓരോ ലെയറിനും FPS നൽകാൻ സാധിക്കുന്നു. റൈറ്റ് ആൻസർ ഏതാ? ദ റൈറ്റ് ആൻസർ ഈസ് ഇവിടെ ഓരോ ഒബ്ജക്റ്റിനും പ്രത്യേകം ആനിമേഷൻ നൽകാൻ സാധിക്കുന്നു. ഓരോ ഒബ്ജക്റ്റിനും പ്രത്യേകം ആനിമേഷൻ നൽകാം. ഈച്ച് ഒബ്ജക്ട് ക്യാൻ ബി ആനിമേറ്റഡ് സെപ്പറേറ്റ്ലി. ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇവിടെ FPS പൂർണ്ണരൂപമൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഫ്രെയിംസ് പെർ സെക്കൻഡ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ചിലപ്പോൾ കാണുമ്പോൾ അയ്യോ ഇത് പഠിച്ചിട്ടില്ലാലോ, ആ രീതിയിലുള്ള സംശയങ്ങൾ വേണ്ട, വളരെ എളുപ്പമാണ്. ഇതിലുള്ള ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് വിൻഡോ വി ഗെറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ പൈത്തൺ പ്രോഗ്രാം ഗിവൺ ബിലോ. ഇവിടെ നിങ്ങൾക്ക് ഒരു പൈത്തൺ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേറെ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം കേട്ടോ. ആ രീതിയിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ഇവിടെ ഒരു പൈത്തൺ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് ഏത് വിൻഡോയിലാണ് കിട്ടുന്നത്? ഓപ്ഷൻ നോക്കിയേ. പൈത്തൺ എഡിറ്റർ വിൻഡോ, പൈത്തൺ ഗ്രാഫിക്സ് വിൻഡോ, ഇമേജ് വ്യൂവർ വിൻഡോ, പൈത്തൺ ഷെൽ വിൻഡോ. ഓക്കെ, ചുവടെ നൽകിയിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ഏത് ജാലകത്തിൽ, ഏത് വിൻഡോയിലാണ് ലഭിക്കുന്നത്? ഓക്കെ, അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. നമ്മളിവിടെ ഈ ഒരു ചാപ്റ്ററിൽ, പൈത്തൺ ഗ്രാഫിക്സ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത് ഗ്രാഫിക്സ് ആണ് നമ്മൾ അവിടെ. അതായത് ഒരു ചതുരം, അല്ലെങ്കിൽ ലൈൻസ്, അല്ലെങ്കിൽ ട്രയാങ്കിൾ, അല്ലെങ്കിൽ ജാമിതീയ രൂപങ്ങൾ അഥവാ ജോമെട്രിക്കൽ ഷേപ്പ് ഉപയോഗിച്ചിട്ട് പാറ്റേൺ ഒക്കെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ് ആണല്ലോ, അല്ലെ? കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു ഗ്രാഫിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പൈത്തൺ ഗ്രാഫിക്സ് ജാലകത്തിലായിരിക്കും, പൈത്തൺ ഗ്രാഫിക്സ് വിൻഡോയിലായിരിക്കും. അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പൈത്തൺ ഗ്രാഫിക്സ് വിൻഡോ. നമ്മളിവിടെ നമുക്കറിയാം അല്ലെ, ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. നമ്മൾ എപ്പോഴും ഇത്തരത്തിൽ ആ ഒരു ടേർട്ടിൽ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലെ. ടേർട്ടിൽ എന്ന് പറയുന്നത് ഒരു മൊഡ്യൂൾ എന്ന് വിളിക്കാം, സോഫ്റ്റ്വെയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ടേർട്ടിൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പൈത്തൺ ഗ്രാഫിക്സ് കമാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ചതുരങ്ങളും വരകളും ത്രികോണങ്ങളും ഒക്കെ തയ്യാറാക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഫോർവേഡ്, റൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ പൈത്തൺ ഗ്രാഫിക്സ് കമാൻഡുകൾ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്ന അതൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ആസ്റ്ററിക്സ് എന്ന് പറയാം, യു സ്റ്റാർ. ഓക്കെ, ഇതേപോലെ കൊടുക്കണം. ഫസ്റ്റ് ലൈൻ അത് ചോദിക്കാറുണ്ട്, ഇത് തെറ്റിച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട്, കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോർ i in range 4 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഫോർവേഡ് 100, റൈറ്റ് 90 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു ചതുരം വരക്കാൻ വേണ്ടിയിട്ടുള്ള, ഒരു സമചതുരം വരക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം, ഒരു പ്രോഗ്രാമാണ് ഇത്. അപ്പൊ നമുക്ക് ആ സമചതുരം എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്സ് ആണ്. അത് നമുക്ക് എവിടെയാണ് കിട്ടുക? നമ്മുടെ ഗ്രാഫിക്സ് വിൻഡോ, പൈത്തൺ ഗ്രാഫിക്സ് വിൻഡോയിലാണ് കിട്ടുക. ജസ്റ്റ് ഒറ്റ സ്ലൈഡ് കാണിച്ചു തരാം. നിങ്ങൾക്ക് അവിടെ മെയിൻ ആയിട്ട് നമ്മൾ ആ ഒരു ഐഡിയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ഐഡിയലി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട് 3 വിൻഡോസ് ആണ് അല്ലെ. അതിൽ ആദ്യത്തെ ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് പൈത്തൺ ഷെൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പൈത്തൺ ഷെൽ എന്ന് പറയുന്ന വിൻഡോ ആണ്. ഓക്കെ, ഈ രണ്ടാമത്തെ വിൻഡോ എന്ന് പറയുന്നത്, ഇവിടെ കാണുന്ന ഈ രണ്ടാമത്തെ വിൻഡോ എന്ന് പറയുന്നത് എഡിറ്റർ വിൻഡോ ആണ്. നമ്മൾ അവിടെയാണ് പൈത്തൺ പ്രോഗ്രാം മുഴുവൻ ടൈപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഫയൽ സേവ് കൊടുക്കും, റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കും അല്ലെ. അങ്ങനെ നമ്മൾ ഒരു ഗ്രാഫിക്സ് ആണ് നമുക്ക് അങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ പുതിയ ഒരു വിൻഡോ ഇവിടെ വരും അല്ലെ. പുതിയൊരു വിൻഡോ വരും. അതിനെ നമ്മൾ ടേർട്ടിൽ ഗ്രാഫിക്സ് വിൻഡോ അഥവാ പൈത്തൺ ഗ്രാഫിക്സ് വിൻഡോ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ആ ഒരു വിൻഡോയെ നമ്മൾ വിളിക്കുന്നത് പൈത്തൺ ഗ്രാഫിക്സ് ജാലകം എന്നാണ്, പൈത്തൺ ഗ്രാഫിക്സ് വിൻഡോ എന്നാണ് ചോദിക്കാറുണ്ട്. ഈ 3 വിൻഡോന്റെ പേരും കൂടി ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം. ഇതിൽ ഏതെങ്കിലും ഒക്കെ സ്ക്രീൻഷോട്ട് തന്നിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? വളരെ പ്രധാനപ്പെട്ട, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്. മനസ്സിലാക്കി പഠിക്കാം. വളരെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വിട്ടുപോകരുത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ഇംഗ്ലീഷ് ഫോണ്ട്? ശ്രദ്ധിക്കണം, ഇംഗ്ലീഷ് ഫോണ്ട് ഫാമിലി ഇൻ എ ഡോക്യുമെന്റ് ക്രിയേറ്റഡ് ഇൻ ലിബർ ഓഫീസ് റൈറ്റർ. ഓക്കെ, ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്റിലെ ഇംഗ്ലീഷ് ഫോണ്ട് ഫാമിലിയിൽ മാറ്റം വരുത്തുന്നതിന് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് ഓപ്ഷനിലാണ് മാറ്റം വരുത്തേണ്ടത്?
ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് ഓപ്ഷനിലാണ് മാറ്റം വരുത്തേണ്ടത്? നമ്മൾ പഠിച്ചതാണ്. CTL ഫോണ്ടിലാണോ, വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടിലാണോ, ഫോണ്ട് എഫക്ട്സിലാണോ, അലൈൻമെന്റിലാണോ? ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോണ്ട് ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് ആണല്ലോ ഡോക്യുമെന്റിൽ ഉള്ളത്. ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത് വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടിലാണ്. മാറ്റം വരുത്തേണ്ടത് വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടിലാണ്. വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട്. എന്നാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്, മലയാളമാണ് ലാംഗ്വേജ് എങ്കിലോ? ഇംഗ്ലീഷ് ആണെങ്കിൽ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട്, എന്നാൽ മറ്റു ലാംഗ്വേജ് ഇപ്പൊ മലയാളമാണെങ്കിൽ, പ്രധാനമായിട്ടും മലയാളം ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ, CTL ഫോണ്ട്. CTL ഫോണ്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മലയാളം. ഓക്കെ, മലയാളമാണെങ്കിൽ നമുക്ക് CTL ഫോണ്ടിലാണ് മാറ്റം വരുത്തേണ്ടത്. ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടിലാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ചോദ്യം നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇംഗ്ലീഷ് ആണെങ്കിൽ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട്, മലയാളം ആണെങ്കിൽ CTL ഫോണ്ട്. ഓക്കെ അല്ലേ? തെറ്റിക്കൂലാലോ? ഇനി സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമേജസ് പ്രൊഡ്യൂസ്ഡ്. ശ്രദ്ധിക്കുക, ഇമേജസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇങ്ക്സ്കേപ്പ് ആർ SVG images. SVG images. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് SVG? ഇത്രയേ ഉള്ളൂ. ഇങ്ക്സ്കേപ്പിൽ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ SVG ചിത്രങ്ങളാണ്. എന്താണ് SVG എന്ന ചുരുക്കെഴുത്തിന്റെ പൂർണ്ണ രൂപം? SVG എന്നതിന്റെ പൂർണ്ണ രൂപം എന്ത്? വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിൽ ഒന്ന്, SVG എന്നതിന്റെ പൂർണ്ണ രൂപം എന്ത്? SVG എന്നതിന്റെ പൂർണ്ണ രൂപം എന്ത്? SVG എന്നതിന്റെ പൂർണ്ണ രൂപം സ്കെയിൽ വെക്ടർ ഗ്രാഫിക്സ് ആണോ, സ്കേലബിൾ വെക്ടർ ഗ്രാഫിക്സ് ആണോ, സ്കേലബിൾ വൈറൽ ഗ്രാഫിക്സ് ആണോ, സ്കേലബിൾ വെക്ടർ ഗ്രൂപ്പ് ആണോ? ഏതായിരുന്നു ഇവിടെ ശരിയായിട്ടുള്ളത്? ദ റൈറ്റ് ആൻസർ ഈസ്, നമ്മൾ എന്തായാലും പഠിക്കേണ്ട ഒരു പൂർണ്ണ രൂപമാണിത്, സ്കേലബിൾ വെക്ടർ ഗ്രാഫിക്സ്. റൈറ്റ് ആൻസർ ഈസ് സ്കേലബിൾ വെക്ടർ ഗ്രാഫിക്സ്. സ്കേലബിൾ വെക്ടർ ഗ്രാഫിക്സ് ഈസ് ദ റൈറ്റ് ആൻസർ. ചോദിക്കാറുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സ്കേലബിൾ വെക്ടർ ഗ്രാഫിക്സ്. ഓക്കെ അല്ലേ? നമ്മൾ കുറേ ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ചില ചോദ്യങ്ങളിലൂടെ തന്നെ ചില എക്സ്ട്രാ സ്ലൈഡുകളൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും വേറെ രീതിയിലും ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങളിലൂടെ കുറേ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും കാര്യമൊക്കെ അല്ലേ? ചോദ്യങ്ങൾ തീർന്നിട്ടില്ല, ഇനിയും വീഡിയോ വരുന്നുണ്ട്. വെറുതെ ഞാനിങ്ങനെ പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് കൂട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അടുത്തൊരു IT-യുടെ തിയറി വീഡിയോ തന്നെ നമുക്ക് വരുന്നുണ്ട്. അതിൽ ബാക്കി ചോദ്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇത്ര സമയം പഠിച്ചതിൽ ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലാലോ? റെഡി അല്ലേ? അപ്പൊ നമുക്ക് അടുത്തൊരു IT തിയറി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.